അസ്സലാമു അലൈക്കും. വളരെ താല്പര്യത്തോടു കൂടെ വളരെയധികം പ്രതീക്ഷയോട് കൂടിയ എത്രയും പെട്ടെന്ന് അവരുടെ എണ്ണ അടിച്ചെടുത്ത് പൊരയ്ക്ക് പോരണമെന്ന് കരുതിക്കാണ്ട് തുടങ്ങി വെച്ച യുദ്ധം ഇപ്പോൾ കുറേ പിന്നിട്ടിട്ടും കുറേ ആളുകൾ സ്വന്തം നാട്ടിൽ മരിച്ചു വീണിട്ട് പോലും നമ്മൾക്ക് വിജയത്തിലെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന അമേരിക്കയും സഖ്യകക്ഷികളും ചെറിയ സാങ്കേതിക വിദ്യകളില്ലാത്ത ഒരു രാജ്യം തകർത്ത് തിമിർത്താടിയിട്ട് അവിടെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 1,00,000-ലേറെ ആൾക്കാരെ കൊന്നൊടുക്കിയ ഫലസ്തീനികളുടെ അവരുടെ ആ മനോവിഷമത്തിൻ്റെ കഥ ഓരോരുത്തരും കഥയായിട്ട് വായിക്കുമ്പോൾ പുല്ലുകൾ പറിച്ചു തിന്നുന്ന കുട്ടികളും ഭക്ഷണത്തിന് വേണ്ടി വെള്ളത്തിന് വേണ്ടിയിട്ട് ഓട്ടിലിട്ട പരലിനെ പോലെ പെടയുന്ന ചെറിയ ചെറിയ പിഞ്ചു കുട്ടികളെ ശരീരത്തിലേക്ക് വലിയ വലിയ കോൺക്രീറ്റിൻ്റെ കട്ടകൾ വീണ് പതിച്ചുകൊണ്ട് ചെളിയാകുമ്പോൾ സ്വന്തം വീട്ടിലുള്ള അവരെ കെട്ടിയോളെയും കുട്ടികളെയും ഓർക്കാൻ പോലും കഴിയാത്ത ട്രംപിനും കൂട്ടർക്കും ഇപ്പോൾ കിട്ടിയ പണി ഏതായാലും അവർ വിജയിച്ചാലും എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുക എന്ത് ചെയ്യാണ് ഇപ്പം മനസ്സിലാക്കാനായിട്ടുണ്ട് എന്ന് ഇനിയെങ്കിലും പാഠം ഉൾക്കൊള്ളും. സ്വന്തം നമ്മൾ മാത്രമാണ് നല്ല ആൾക്കാർ, മറ്റുള്ളവരൊക്കെ പേച്ചവർ. അതുപോലെ നമ്മൾക്ക് മാത്രമേ എന്തുള്ളൂ, ജീവിക്കാൻ അർഹതയുള്ളൂ, മറ്റുള്ളവരൊക്കെ അടിമകളായിട്ട് ജീവിച്ചാൽ മതി എന്ന ആ ഒരു തിട്ടൂരത്തിൻ്റെ പേരിലാണല്ലോ ഇവിടെ പാകിസ്ഥാൻ ഇവിടെ കളിക്കുന്നതൊക്കെ. അതിൻ്റെയൊക്കെ തിക്തഫലം ഇപ്പോൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുക. എവിടേക്കാണ് ഇത് സംഭവിക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും ആർക്കും അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ ഇപ്പം നീങ്ങണത്. കാരണം എന്താണ്, വിജയം സുനിശ്ചിതം എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങിയത് 4 ദിവസം കൊണ്ട് ശരിയാക്കി പോരാന്ന് കരുതിയത് 4 ദിവസം പോയിട്ട് എത്രയോ ആയിട്ട് പോലും ചെറിയ ചെറിയ സംവിധാനങ്ങളെ കൊണ്ട് കോടികളെ നഷ്ടപ്പെടുത്താനെങ്കിലും അവർക്ക് സാധിച്ചു. ഇനി ഏതായാലും അവർ വിജയിച്ചില്ല എന്ന് നിൽക്കുക. വിജയിക്കൽ ഇപ്പോൾ ഇറാൻ തന്നെ വിജയിച്ചത്. കാരണം എത്രയോ നഷ്ടങ്ങൾ അവർക്ക് വരുത്താൻ സാധിച്ചല്ലോ. ഇത് ആർക്കാണ് നഷ്ടം വരുത്തിയതാരോ? ലോക പോലീസിനാണ് ഇപ്പോൾ നഷ്ടം വരുത്തുന്നത്, അല്ലാതെ സ്വന്തം വീട്ടിൽ മറ്റുള്ളവർക്കല്ല. അനുയായികൾ ഒരു അനുയായി നഷ്ടപ്പെട്ടാൽ അതെന്തോ ഒരു വലിയ നഷ്ടമാണ്. ലോക പോലീസല്ലേ, അവരെ ഇവിടെ നിലക്ക് നിർത്താൻ ആരുമില്ലല്ലോ. അപ്പോൾ നമ്മൾ പോലും അനുഭവിക്കുകയാണ് അതിൻ്റെ. ഗ്യാസിൻ്റെ വില കൂടി എന്നതുപോലെ തന്നെ പെട്രോൾ വാതകങ്ങളൊക്കെ വില കൂടുന്ന ഇതിലൊക്കെ നമ്മൾക്ക് പോലും നമ്മളെ വീട്ടിൽ പോലും ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കുകയാണ്. ഓരോരുത്തരുടെ അടുക്കളയിൽ വരെ എത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തിക്തഫലം അവരനുഭവിച്ചിട്ട് ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആത്മാവ് ഇവരോട് ഒരു ബാധ പോലെ പിന്തുടരും